വളരെ സീരിയസ് ആയിട്ടുള്ള ചില റിമാർക്സ് കൂടി ഉണ്ടാകുന്നു. മുഹമ്മദ് ഷമ്മാസ് യൂത്ത് കോൺഗ്രസ് നേതാവിനോടൊപ്പം ഉണ്ട്. ഷമ്മാസ്, ഇപ്പോൾ ഈ 5 പേരുടെ കാര്യമാണ് നമുക്കറിയാവുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഈ പൊളിക്കൽ ആസൂത്രണത്തിൽ, കേസ് പൊളിക്കൽ ആസൂത്രണത്തിൽ പങ്കാളികളായിരിക്കുന്നു എന്നാണ് SIT റിപ്പോർട്ടിലുള്ളതെന്ന് കാണുന്നു. സോ അന്വേഷണം കുറച്ചുകൂടി വലുതാവേണ്ടതുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഭാവികമായ ഒരു കരിങ്കൊടി പ്രതിഷേധത്തെ ഈ രീതിയിലുള്ള ഒരു ക്രൂരമായ ഒരു അക്രമമാക്കി മാറ്റിയതിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. ആ മൃഗീയമായ അക്രമത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം, അതോടൊപ്പം പിന്നീട് ഈ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളിൽ കേസ് ഉൾപ്പെടെ തേച്ചു മാറ്റി കളയുന്നതിന് എന്തൊക്കെ ഉന്നത ഇടപെടൽ നടന്നു, ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥർ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ക്രമസമാധാന ചുമതല വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ, ഈ പറഞ്ഞ 5 ഉദ്യോഗസ്ഥരുടെ കൃത്യമായ പങ്കാളിത്തം, ഇതെല്ലാം അവസാനം കോടതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ട് പോലും നടപടി സ്വീകരിക്കാത്തൊരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഗണിച്ചിട്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഫസ്റ്റ് ക്യാബിനറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയത്. അത് ശരിയായ ദിശയിൽ തന്നെയാണ് SITയുടെ അന്വേഷണം സമയബന്ധിതമായി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് തുടർ നടപടികളായി മുന്നോട്ട് പോകുന്നത്. ഇനിയും ശക്തമായ രീതിയിൽ 5 പോലീസുകാരുടെ സസ്പെൻഷൻ എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ കാര്യത്തിലുള്ള യഥാർത്ഥ കുറ്റവാളികൾ എന്നുള്ള അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അർഹമായ ശിക്ഷ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പകപോക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികാര നടപടിയോ അല്ല ഇതിലൂടെ UDF ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായി ഇന്ന് ആലപ്പുഴയുടെ MLA AD തോമസിന്റെയും അജയ് ജുവൽ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൽ നേരിട്ട മൃഗീയമായ പോലീസ് മർദ്ദനത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുക എന്ന സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഇതിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു എന്നതും അങ്ങേയറ്റം ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ശരി, താങ്ക് യു ഷമ്മാസ് പ്രതികരിച്ചു. എന്തായാലും ഈ കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇൻവോൾവ് ആണ് എന്നാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തൽ. അപ്പോൾ ആ കേസ് ആ നിലയ്ക്ക് വലുതാകുമോ എന്ന് നോക്കാം. എന്തായാലും കഴിഞ്ഞ സർക്കാരിനെ വലിച്ച് താഴെ ഇടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി പ്രവർത്തിച്ച ദൃശ്യമായിരുന്നു ഈ ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർ അതിമാരകമാം വിധം പ്രതികാര ബുദ്ധിയോടെ പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തകരെ തല്ലി തല പൊട്ടിക്കുന്ന ദൃശ്യം. അപ്പോൾ നിശ്ചയമായും അതിന്മേൽ നടപടി ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ പോലീസുകാർക്ക് ഒരു രാഷ്ട്രീയ സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അതിൽ ആരൊക്കെ ഇൻവോൾവ് ആണ് എന്ന കാര്യം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരും വെളിച്ചത്തേക്കും നിയമത്തിൻ്റെ മുമ്പിലേക്കും വരേണ്ടതുണ്ട്.